നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലൈസൻസ് 3 വീലറും 4 വീലറും ഒക്കെ ഉണ്ട്. താനൊന്ന് ചോദിച്ചു നോക്ക്. ഓട്ടോ ആവുമ്പോ ഒരു വരുമാനം കിട്ടും, അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അല്ല, തന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കുറച്ചിലാവോ? അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? എന്താ മോനെ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എങ്കി മോൻ വേഗം ഒരുങ്ങി റെഡിയായി വാ. എന്തിന്? നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ? ജോലിസിനെ കാണാൻ. ജോലിസിനെ കാണാനോ? അതേടാ, വടക്കേ മനയിലെ ദാമോദരൻ നമ്പൂതിരിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നീ വേഗം റെഡിയാവ്. അല്ല, ഇപ്പോ ജോലിസിനെ കാണേണ്ട കാര്യം എന്താ? എടാ, നീയും നീലിമയും തമ്മിലുള്ള കല്യാണത്തിന് ഡേറ്റ് കുറിക്കാൻ പോവാ. കല്യാണത്തിന് ഡേറ്റ് കുറിക്കാനോ? ആ അമ്മേ, എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണത്തിന് വെറുതെ എന്നെ നിർബന്ധിക്കരുത്. എടാ, നിന്നെ നൊന്തുപറ്റ അമ്മയുടെ അപേക്ഷയാ. നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അച്ഛൻ വല്ലാത്ത പിടിവാശിയില്ല. അങ്ങേരുടെ വാക്ക് അനുസരിക്കാതിരുന്നാ പിന്നെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. ദേ, രണ്ടുപേർക്കും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടി മടുത്തു എനിക്ക്. അതുകൊണ്ട് അമ്മ പറയുന്നതൊന്ന് അനുസരിക്കു നീ. അമ്മേ, ഇത് എന്റെ ജീവിതമാണ്. അത് ആർക്കും വേണ്ടി നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ കല്യാണക്കാര്യത്തിൽ എന്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നീ ഒന്നും പറയണ്ട. അമ്മ പറയുന്നത് എന്റെ മോൻ അനുസരിക്കണം. ദേ, ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഈ അമ്മയെ നീ അധികകാലം കാണില്ല. അമ്മേ, അതെ, അമ്മ തന്നെയായി പറയുന്നേ. വന്നേ, നീ റെഡിയാവ്. നമുക്ക് ജോലിസിനെ കണ്ടിട്ട് വരാം. അമ്മ എന്തെങ്കിലും കടുകൈ കാണിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു വടക്കേ മനയിൽ ദാമോദരൻ നമ്പൂതിരി. ഹലോ, ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. നിനക്ക് 100 ആഴ്ച. ആയുസൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. അത്യാവശ്യ കാര്യോ? എന്താടാ, അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട്. നീലിമയും ഞാനും തമ്മിലുള്ള കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണമെന്ന് പറഞ്ഞ് പിടി വീണിരിക്കുക. ജോലിസിനെ കാണാൻ ഞാനും ഒപ്പം ചെല്ലണമെന്ന്. അത്രേ ഉള്ളൂ? അതൊക്കെ പതിവുള്ള കാര്യല്ലേ. എന്തെങ്കിലും ഉടായ്പ പറഞ്ഞ് നീ മുങ്ങാൻ നോക്ക്. അത് പറ്റില്ല. ഇത്തവണ കുറിപ്പ് വാളും കൊടുത്ത് അയച്ചിരിക്കുന്നതേ അമ്മയുടെ കയ്യില. അനുസരിച്ചേ പറ്റൂ. അതും നല്ല മൂർച്ചയുള്ള സെന്റിമെന്റ്സാ അമ്മയെടുത്ത് വീശുന്നത്. എന്നാ പിന്നെ അതനുസരിക്കും. എടാ, രക്ഷപ്പെടാൻ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വടക്കേ മന ദാമോദരൻ നമ്പൂതിരിയാണ് കാണാൻ പോകുന്നത്. നീ എത്രയും പെട്ടെന്ന് ആ ജോത്സ്യരെ പോയി കാണണം. ഞാൻ ജോത്സ്യരെ കണ്ടിട്ട് എന്താ കാര്യം? എത്രയും പെട്ടെന്നൊരു മുഹൂർത്തം കുറിപ്പിക്കാനാ അച്ഛനമ്മമാരുടെ പദ്ധതി. അത് നമ്മൾ പൊളിക്കണം. എങ്ങനെ വിളിക്കേ? നിനക്കിപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ പദ്ധതി വർക്കൗട്ട് ആവോ? ജോലിസിന് ആവശ്യപ്പെടുന്ന പണം കൊടുത്തേക്കാന്ന് നീ സമ്മതിച്ചേക്ക്. കാര്യം നടക്കും. എന്നാ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ജോലിസിനെ കണ്ട് സെറ്റാക്കണം. ഓക്കെ? ഓക്കെ. ഇനി ഈ ജഗൻ ഒരു കളി കളിച്ച് നോക്കട്ടെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ വഴി. മന്ത്രിയെ ഞാൻ താലി കെട്ടിയ വിവരം അവൾക്ക് പോലും അറിയില്ല.
അവള് എന്റെ ഭാര്യ. ഭാര്യ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിക്രത്തിനെ പോലെ ഒരു മരുമോനുള്ളത് നന്നായി. അറിഞ്ഞ ഉടനെ ക്യാഷ് കെട്ടിവെച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നില്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ജീവിതത്തിൽ താൻ അനുഭവിച്ചതുപോലുള്ള ദുരിതങ്ങളിൽ ഒരെണ്ണം അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ തളർന്നു പോയേനെ. അങ്ങനെ അങ്ങ് തളരാൻ പറ്റില്ല എനിക്ക്. ഏത് അപകടത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പറന്നേ പറ്റൂ. മക്കളുടെയും മരുമക്കളുടെയും കാര്യം ഓർത്തിട്ടൊന്നുമല്ല. എന്നെ പറക്കാൻ പ്രേരിപ്പിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് എന്നോട് ഇറങ്ങി വന്ന ചന്ദ്രികയെ ഓർത്തിട്ടാ. അവൾക്ക് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാ. അറിയാം, അത് ഈ നാട്ടിലെ പുൽനാമ്പുകൾക്ക് വരെ അറിയാം. മാധവന്റെ 3 നില കെട്ടിടമെന്ന സ്വപ്നത്തിന്റെ കഥ. ആ വസ്തുവിന്റെ പ്രമാണം കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുമല്ലോ. അതുകളാ. ഞാൻ ചന്ദ്രയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അതേടോ, അതിനെനിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു ജോലി വേണം. താൻ വിചാരിച്ച ഏതെങ്കിലും ഒരു വർഷത്തില് ഒരു ജോലി കിട്ടില്ലേ? എല്ലായിടത്തും ഇപ്പൊ ചെറുപ്പക്കാരെ മതിയടോ. ഞാൻ പല സ്ഥലത്തും തിരക്കിയതാ. വർഷപ്പിൽ തന്നെ വേണമെന്നില്ല. ഡ്രൈവറായിട്ട് വേണമെങ്കിലും പോകാൻ ഞാൻ റെഡിയാ. എന്നാ പിന്നെ എന്റെ അയൽപക്കത്തൊരു ഓട്ടോറിക്ഷ വെറുതെ കിടക്കുക. പുള്ളിക്കാരന് ഡിസ്കിന്റെ കംപ്ലൈന്റാ. തനിക്ക് ഓട്ടോയുടെ ലൈസൻസ് ഉണ്ടല്ലോ? ഉണ്ട്. ലൈസൻസ് 3 വീലറും 4 വീലറും ഒക്കെ ഉണ്ട്. താനൊന്ന് ചോദിച്ചു നോക്ക്. ഓട്ടോ ആവുമ്പോ ഒരു വരുമാനം കിട്ടും. അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അല്ല, തന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കുറച്ചിലാവോ? അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അവനവനുള്ള അന്നത്തിന്റെ വക അവനവൻ തന്നെ കണ്ടെത്തണം. തനിക്കറിയോ, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഗതികേട് വയസ്സുകാലത്ത് മക്കളുടെ മുമ്പിൽ കൈനീട്ടുക എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് എന്തിന്, പെണ്ണ് കെട്ടിക്കുന്നത് വരെ അവരുടെ മുഴുവൻ ചെലവും നോക്കുന്നത് ഈ അച്ഛനമ്മമാരല്ലേ? അതവര് മറക്കും. തന്നെ ഞാനൊന്ന് സല്യൂട്ട് ചെയ്യട്ടോ. കളിക്കൂട്ടുകാരൻ, ചങ്ങാതിയുടെ മനസ്സറിയുന്ന ഏകയാൾ. അപ്പൊ ഇനി ചോദിക്കാനും പറയാനും ഒന്നുമില്ല. തൽക്കാലം മാധവൻ ഓട്ടോ ഡ്രൈവറുടെ കുപ്പായ വിടുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.